ഹലോ ഗൈസ്, ഞാൻ 2 ദിവസം കൊണ്ട് വീഡിയോ ഇടാക്കില്ല. അതെനിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. പിതാവിനും പുത്രന് പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവ് ആകാശത്തിൽ ഉമ്മടി സിദ്ധാമ ദൈവത്തിൽ നേഷത്തിന് അവിടുത്തെ പുത്രൻ ഞങ്ങളുടെ കർത്താവ് ഈശ്വരൻ നേഷത്തിന് ഈ പുത്രന് പരിശുദ്ധാനും കൃപത്തിന് കന്യകാമറയത്തും പറയുന്ന പാന്തേശമില്ലാത്ത കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിത്രയുടെ മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങനെ ഇറങ്ങി മരിച്ചടയുടെ 3-ാം നാളായിട്ട് സ്വർഗത്തിലേക്ക് നല്ല സർവശക്തിയുള്ള പിതാവെ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന അവിടുന്ന് ജീവിക്കുന്നവരെ മരിച്ചാൽ ഇരിക്കുന്നവരെ മുന്നേഷത്തിന് പരിഷ്ഠാന്മന്യാഷത്തിന് കത്തോലിക്ക സഭന് പുണ്യണ്ടായിരിക്കുന്ന പാപങ്ങൾ മോചനത്തെ ശരീരത്തിൻ്റെ ഏർപ്പെടുത്തമായ ജീവിതത്തിന് ആശ്രയിക്കാണ്. ശ്രീകൃഷ്ണൻ ഞങ്ങളുടെ പിതാവാണ്, നാം എഴുതമാണ്. ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിൽ പല ഫലമാണ്. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരാനമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത്, ഞങ്ങളെ തെറ്റും ഞങ്ങളെ ക്ഷമിക്കുമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മ നിന്ന് ഞങ്ങളെ രക്ഷിക്കുമേ. നന്മ നിറഞ്ഞ മഹിമസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് നിഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ദൃശ്യം ഫലമായി ഈശ്വരൻ നിഗ്രഹിക്കപ്പെട്ടവളാണ്. പരിശുദ്ധ തമ്പുരാൻ്റെ അമ്മ, പാപികളെ ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കുമേ. ബൈബിൾ വായിക്കാം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന് 44-ാം അധ്യായം 12-13 വാക്യങ്ങൾ. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും, അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും. അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല.